മിർസാപൂർ എന്ന ഗ്രാമത്തിൽ മായാദേവി തന്റെ 2 ചെറിയ കുട്ടികളുടെ കൂടെ താമസിച്ചു. മഴക്കാലമായതുകൊണ്ട് ഒരു ദിവസം രാത്രി വെള്ളപ്പൊക്കമുണ്ടായി. ഗ്രാമം മുഴുവനും വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഗ്രാമത്തിലുള്ളവരൊക്കെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. മായാദേവിയും തന്റെ കുട്ടികളോടുകൂടെ അടുത്തുള്ള സിക്കന്ദരാബാദിലേക്ക് പോയി. മായാദേവിയെ കണ്ടപ്പോൾ സിക്കന്ദരാബാദിലെ പ്രസിഡന്റ് വന്ന് ചോദിച്ചു, ആരാ നീ? എന്തിനാ ഈ ഗ്രാമത്തിലേക്ക് വന്നിരിക്കുന്നേ? പ്രസിഡന്റെ, നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ മിർസാപൂർ എന്ന ഗ്രാമത്തിൽ വെള്ളപ്പൊക്കം കാരണം എല്ലാ വീടുകളും നശിച്ചു. അതുകൊണ്ട് എന്നെയും ഈ 2 മക്കളെയും അതിർത്തിയിൽ താമസിക്കാൻ അനുവദിക്കണം. നിനക്കറിയാമോ, നിന്റെ ഭർത്താവും ഞാനും ഭയങ്കര ശത്രുക്കളാണ്. ഞാൻ എന്റെ ശത്രുവിനെ എങ്ങനെയാ ഇവിടെ താമസിപ്പിക്കുക? നിന്റെ കയ്യിലാണെങ്കിൽ ഒട്ടും കാശുമില്ല. നീ മോഷ്ടിക്കുകയില്ലെന്ന് എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? പ്രസിഡന്റെ, ഞങ്ങൾ ജീവിക്കാൻ വന്നതാണ്. എന്തിനാണ് ഞങ്ങൾ മോഷ്ടിക്കുന്നത്? നിർത്ത്. ഒരുപാട് സാമർത്ഥ്യമൊന്നും വേണ്ട. വേഗം മക്കളെ വിളിച്ചോണ്ട് ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. മായ പ്രസിഡന്റിന്റെ മുന്നിൽ കുറെ നേരം കരഞ്ഞു. പക്ഷെ പ്രസിഡന്റ് അതൊന്നും കാര്യമാക്കിയില്ല. അയാൾ മായയെ ആ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കി. അമ്മേ, നമ്മളിപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഗ്രാമത്തിൽ വെള്ളപ്പൊക്ക. ഇവിടെയുള്ളവർ നമ്മെ താമസിക്കാനും വിടുന്നില്ല. നമ്മളിപ്പോൾ എങ്ങോട്ട് പോകും? കാടല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അമ്മേ, നമുക്ക് ഈ തെരുവിൽ തന്നെ താമസിച്ചാലോ? വേണ്ട മോനെ, ഇവിടെയും വെള്ളം വരും. അഥവാ വെള്ളം വന്നില്ലെങ്കിലും പ്രസിഡന്റ് ഇവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല. അയാളുടെ കണ്ണിൽ നിന്ന് നമുക്ക് ദൂരെ കാട്ടിലേക്ക് പോകാം. ദൈവം നമ്മുടെ വിധിയിൽ എന്താണോ എഴുതിയത് അത് നടക്കട്ടെ. മായ തന്റെ കുട്ടികളെയും കൊണ്ട് കാട്ടിലേക്ക് പോയി. കാട്ടിൽ കുറെ മുളകളുണ്ടായിരുന്നു. അതുകൂടാതെ മാവും മറ്റു പല ചെടികളും ഉണ്ടായിരുന്നു. അമ്മേ, ഇവിടെ ഒട്ടും തന്നെ ചൂടില്ല. പിന്നെ കുറെ പഴങ്ങളുമുണ്ട്. നമുക്ക് വയറ് നിറയെ കഴിക്കാം. എന്നിട്ട് നന്നായി ജീവിക്കാൻ സാധിക്കും. അതെ അമ്മേ, നന്നായി അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായത്. അവിടെ പഴങ്ങളും കിട്ടില്ല, ഇതുപോലെ നല്ല തണുത്ത കാറ്റുമില്ല. മക്കളെ, വെള്ളപ്പൊക്കം ഉണ്ടായത് നന്നായി എന്ന് പറയരുത്. ആ ചിന്ത തെറ്റാണ്. കാരണം വെള്ളപ്പൊക്കം കാരണം മനുഷ്യരുടെ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടു. നമ്മളിതാ കാട്ടിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ താമസിക്കാൻ നമ്മളൊരു കുടിലുണ്ടാക്കണം. ഇല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾ നമ്മളെ തിന്നുകളയും. പക്ഷെ അമ്മേ, നമ്മൾ എങ്ങനെ കുടിലുണ്ടാക്കുക? നമുക്ക് മരങ്ങൾ കൊണ്ട് കുടിലുണ്ടാക്കാം. അതെ അമ്മേ, ഞാൻ മരത്തിന്റെ മുകളിൽ കയറി വിറക് മുറിക്കാം. അത് വേണ്ട മോനെ, മരങ്ങൾക്കും ജീവനുണ്ടാകും. നമ്മൾ മരം മുറിക്കാൻ പാടില്ല. അവയുള്ളതുകൊണ്ടാണ് നാം ശ്വസിക്കുന്നത്, അതുപോലെ ഭക്ഷിക്കുന്നതും. പിന്നെ നമ്മൾ എങ്ങനെ കുടിലുണ്ടാക്കുക അമ്മേ? അതാ അങ്ങോട്ട് നോക്ക്, അവിടെ കുറെ ഉണങ്ങിയ കൊമ്പുകളുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കുടിലുണ്ടാക്കാം. മായ തന്റെ കുട്ടികളോടൊത്ത് മരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. ചില മണിക്കൂറുകൾക്ക് ശേഷം കുടിലുണ്ടാക്കാനുള്ള മരങ്ങൾ ശേഖരിച്ചു. ദേവ് നദിക്കരയിലേക്ക് പുല്ലുകൾ കൊണ്ടുവരാനായി പോയി. ദേവ്, നീ ഒറ്റയ്ക്ക് പോകരുത്. ആദ്യം നമുക്ക് വിറകുകൊണ്ട് കുടിലുണ്ടാക്കാം, അതിനുശേഷം പുല്ല് കൊണ്ടുവരാം. ദേവ് അമ്മ പറഞ്ഞതൊന്നും കേട്ടില്ല. എന്നിട്ട് പുല്ല് കൊണ്ടുവരാൻ പോയി. അപ്പോൾ ഒരു പാമ്പ് അവനെ കടിച്ചു. അവൻ വേദന കൊണ്ട് പൊളഞ്ഞു. അമ്മേ, അമ്മേ, എന്ത് പറ്റി മോനെ? അമ്മേ, എന്നെ പാമ്പ് കടിച്ചു അമ്മേ. ഇത് കേട്ട ഉടനെ മായയും മകളും ദേവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അപ്പോഴേക്കും ദേവ് ബോധം കെട്ടിരുന്നു. ദേവ്, മോനെ, മോനെ, എന്റെ ഭഗവാനെ, ഞാൻ എന്ത് പാവമാ ചെയ്തത്? ആദ്യം നീ എന്റെ ഭർത്താവിനെ കൊണ്ടുപോയി. ഇപ്പൊ എന്റെ മകനെയും. ഭഗവാനെ, എന്റെ മകനെ എനിക്ക് തിരിച്ചു തരണം. അപ്പോൾ അവൾ ഒരു ശബ്ദം കേട്ടു. മായ, ഞാനൊരു മാന്ത്രിക വൃക്ഷമാണ്. നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. നീ നിന്റെ മക്കളോട് മരങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ നിന്റെ മകനെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. പിന്നെ നിനക്ക് താമസിക്കാൻ ഒരു മാന്ത്രിക വീടും നൽകാം. അതിൽ നിങ്ങൾക്ക് ഒന്നിനെയും പേടിക്കാതെ സുഖമായി ജീവിക്കാം. പിന്നെ മറ്റുള്ളവരെ നിനക്ക് സഹായിക്കുവാനും സാധിക്കും. ഞാൻ സ്വപ്നം കാണുകയാണോ? ഇപ്പോൾ തന്നെ നിന്റെ മോൻ സുഖപ്പെടുകയും നിനക്കൊരു വീട് ലഭിക്കുകയും ചെയ്യും. അതിൽ കഴിക്കാനുള്ള ആഹാര സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. ഇപ്പോൾ നീ നിന്റെ കണ്ണുകൾ അടയ്ക്കൂ. മായയും മകളും കണ്ണുകൾ അടച്ചു. അപ്പോഴേക്കും ഒരു മാന്ത്രിക കുടിൽ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. അത് കാഴ്ചയ്ക്ക് അതിമനോഹരമായിരുന്നു. അപ്പോഴേക്കും ദേവും കണ്ണു തുറന്നു. അവൻ അമ്മയെ വിളിച്ചു. അമ്മേ, അമ്മേ. ദേവ്, മോനെ. അതെ അമ്മേ, ഞാൻ ഉറങ്ങിയായിരുന്നു. അപ്പോഴേക്കും അമ്മ ഇത്രയും നല്ലൊരു കുടിലുണ്ടാക്കിയല്ലേ? കുടിലോ? 3 പേരും തിരിഞ്ഞു നോക്കി. അവരും അമ്പരന്നു പോയി.
കാരണം അവിടെ മുള കൊണ്ടുള്ളൊരു മാന്ത്രിക കുടിലുണ്ടായിരുന്നു. 3 പേരും പെട്ടെന്ന് വീടിനകത്തേക്ക് കയറി. വീടിനകത്ത് കൊട്ടാരം പോലെ ഉണ്ടായിരുന്നു. ദേവിനും മോണിക്കും ആ വീട് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർ ആ വീട്ടിൽ താമസിച്ച് നിറയെ പഴങ്ങൾ ഭക്ഷിച്ചു. ഇങ്ങനെ അവർ ജീവിതം നയിച്ചു. മായയും കുട്ടികളും കുറച്ചു ദിവസം അങ്ങനെ കഴിച്ചുകൂട്ടി. അങ്ങനെ ഒരു ദിവസം പ്രസിഡന്റും അവിടെ നിന്ന് രക്ഷപ്പെട്ട് കാട്ടിലേക്ക് ഓടി വരുന്നത് കണ്ടു. മായ, എന്നോട് ക്ഷമിക്കണം. എന്റെ കുടുംബത്തിന് താമസിക്കാൻ നിന്റെ വീട്ടിലെ കുറച്ച് സ്ഥലം തരാമോ? എന്നോട് ക്ഷമിക്കൂ മായ. ഞങ്ങൾ അവിടെ താമസിക്കാൻ സമ്മതിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മായേ, എന്നോട് ക്ഷമിക്കൂ. അത് കാര്യമാക്കേണ്ട, നിങ്ങൾ അകത്തേക്ക് വരൂ. പ്രസിഡന്റ് തന്റെ കുടുംബത്തോടു കൂടി ആ വീട്ടിനകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ മാന്ത്രിക വീട് അയാളെ തള്ളിയിട്ടു. വളരെ വേഗം ആ കാട്ടിലും വെള്ളപ്പൊക്കമുണ്ടായി. പ്രസിഡന്റും അയാളുടെ ഭാര്യയും ആ വെള്ളത്തിൽ ഒഴുകിപ്പോയി. പക്ഷേ മാന്ത്രിക മുള വീടിന് ഒന്നും സംഭവിച്ചില്ല. അത് നന്നായി തന്നെ ഇരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മഴയും കാറ്റും എല്ലാം നിന്നു. എന്നാൽ മായ തന്റെ കുട്ടികളോടൊപ്പം കാട്ടിൽ തന്നെ താമസിച്ചു. ഇതൊരുപാട് വർഷം മുമ്പേ നടന്നതാണ്. നദിയുടെ അരികിലുള്ള ഒരു സുന്ദരമായ ഗ്രാമത്തിൽ മിസ്റ്റർ ആൻഡ് മിസസ് കർണേഗിയുടെ കുടുംബം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മകനും മകളുമുണ്ട്. മകന്റെ പേര് ജോസഫ്, മകളുടെ പേര് ഹെയ്ഡൻ ആയിരുന്നു. അമ്മേ, ജോസഫ് ചേട്ടൻ എന്റെ കേക്ക് കഴിച്ചു. അതൊന്നും സാരമില്ല ഹെയ്ഡൻ, ഞാൻ വൈകുന്നേരം മിസ്റ്റർ ഡങ്കന്റെ ബേക്കറിയിൽ നിന്ന് നിനക്ക് കുറച്ചും കൂടെ കേക്ക് മേടിക്കാം. ജോസഫ് പലപ്പോഴും അവന്റെ അമ്മയോട് പറയും, അമ്മ അച്ഛനും വെളുത്തിട്ടാ, ഹെയ്ഡനും വെളുത്തിട്ടാ, പക്ഷെ ഞാൻ മാത്രം എന്താ കറുത്തിരിക്കുന്നേ? ജോസഫ്, നിന്റെ നിറം എന്തായാലും ഞങ്ങൾ എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അല്ലേലും ഒരാൾ അറിയപ്പെടുന്ന അയാളുടെ നിറം കൊണ്ടല്ല, അയാളുടെ സ്വഭാവം കൊണ്ടാണ്. അല്ലേലും ഇന്ന് നിങ്ങളുടെ അച്ഛൻ വീട്ടിലില്ല. പുറത്താണെങ്കിൽ നല്ല തണുപ്പുമുണ്ട്. നിനക്ക് കാട്ടി പോയിട്ട് അടുപ്പേ തീ കത്തിക്കാൻ കുറച്ച് വിറക് കൊണ്ടുവരാൻ പറ്റുമോ? മിസ്റ്റർ ആൻഡ് മിസസ് കാർണേഗി ജോസഫിന്റെ യഥാർത്ഥ അമ്മയും അച്ഛനും അല്ലായിരുന്നു. പക്ഷേ ജോസഫിന് ഈ വിവരം അറിഞ്ഞൂടായിരുന്നു. ജോസഫ് മലയുടെ അരികിലുള്ള കാട്ടിനകത്ത് വിറകെടുക്കാൻ പോയി. മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. കാട് മുഴുവനും മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ജോസഫിന്റെ കാല് മഞ്ഞുകൊണ്ട് മൂടിക്കിടന്ന് ഒരു കുഴിക്കകത്ത് വീഴുന്നു. കുഴിക്കകത്ത് വീണ ജോസഫ് ഉരുണ്ട് പുതിയൊരു സ്ഥലത്തായിരുന്നു എത്തിയത്. അവിടെ ആണെങ്കിൽ ഉണങ്ങിയ കുറച്ച് മരങ്ങളും വല്ലാത്ത വെയിലും ഉണ്ടായിരുന്നു. അല്ല, ഈ സ്ഥലം ഏതാണ്? എന്തൊരു ചൂടാ ഇവിടെ. എനിക്ക് വെള്ളം വേണം. ജോസഫ് ചൂടത്തും വെയിലത്തും വെള്ളം അന്വേഷിച്ച് അവിടെ ഓടി നടന്നു. അവിടെ അവന്റെ തല കറങ്ങി. പിന്നെ അവന് അവിടെ മയങ്ങി വീണു. പിന്നീട് ജോസഫിന് ബോധം വന്നപ്പം അവൻ ഒരു കുടിലിനകത്തായിരുന്നു. പ്രായമായ ഒരു കറുത്ത സ്ത്രീ അടുപ്പയില് ആഹാരം ഉണ്ടാക്കുന്നു. ആന്റി, നിങ്ങൾ ആരാണ്? ഞാൻ വെള്ളം അന്വേഷിച്ച് നടക്കുമ്പോ തല കറങ്ങി വീണതായി മാത്രം ഓർക്കുന്നു. തീർച്ചയായും ആന്റി തന്നെയായിരിക്കും എന്നെ രക്ഷിച്ചിരിക്കുക. നിനക്കിപ്പോ ബോധം വന്നല്ലോ, ഇനിയും നിനക്ക് ഇവിടുന്ന് പോകാം. അറ്റ്ലീസ്റ്റ് എനിക്ക് നന്ദി പറയാനുള്ള ഒരു അവസരമെങ്കിലും തന്നുകൂടെ ആന്റി? വേണ്ട, നീ ഇവിടെ നിന്ന് സമയം പാഴാക്കണ്ട. ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരെ കിഴക്ക് ഭാഗത്ത് ഒരു ഉണങ്ങിയ മരമുണ്ട്. ആ മരത്തെ നീ കയറിയൊന്ന് പോയാ മതി. ആ മരം നിന്റെ വീട്ടിലെത്തിക്കും. ആ സ്ത്രീ ജോസഫിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി വീടിന്റെ വാതിലടച്ചു. ജോസഫ് വീട്ടിൽ നിന്ന് കുറച്ചു ദൂരം പോയപ്പം ആ വീടിന് പെട്ടെന്ന് തീ പിടിച്ചു. ജോസഫ് നോക്കിയപ്പം അവൻ ഇറങ്ങി വന്ന വീട്ടിൽ തന്നെയാണ് ഇപ്പം തീ പിടിച്ചിരിക്കുന്നത്. അയ്യോ, തീ കത്തുന്നു! ആരെങ്കിലും ഓടി വരണേ, രക്ഷിക്കണേ! ആരെങ്കിലും ഇത് വന്നൊന്ന് കെടുത്തണേ, രക്ഷിക്കണേ! വീട്ടിനകത്തുനിന്ന് ഒരു സ്ത്രീ ഒച്ചയിടുന്നത് ജോസഫിന് കേൾക്കാൻ പറ്റുന്നു. വീട്ടിലെ തീ ആളി കത്തുന്നുണ്ട്. ചുറ്റും ഭയങ്കര ചൂടായിരുന്നു. ജോസഫിന് അതിന്റെ അരികിൽ പോകാൻ കഴിഞ്ഞില്ല. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ജോസഫ് അവിടെ ഓടി. പ്രായമായ ആ സ്ത്രീ പറഞ്ഞ വഴിയിലൂടെ ജോസഫ് ഓടി. അവൻ ആ ഉണങ്ങിയ മരത്തിന്റെ അടുത്തെത്തി. എന്നിട്ട് അതേ കയറി അവൻ അവന്റെ ഗ്രാമത്തിലെത്തി. ജോസഫ് ചേട്ടാ, നിങ്ങൾ എവിടെ പോയിരിക്കുവായിരുന്നു? അമ്മയാണെങ്കിൽ നിങ്ങളെ നാട്ടിലും കാട്ടിലും ആക്കി അന്വേഷിച്ചു നടന്നു. ഇപ്പോഴും നിങ്ങളെ അന്വേഷിക്കാനാ പോയത്. ദേ, അമ്മ വന്നു. ജോസഫ് ചിന്തിച്ചു, അവൻ അമ്മയോടും ഹെയ്ഡനോടും നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ ഇത് കേട്ട് അവര് പേടിക്കുമോന്ന്. അവൻ പോയ സ്ഥലത്ത് ഒരിക്കൽ കൂടി പോകാൻ അമ്മയും പെങ്ങളും സമ്മതിക്കില്ലെന്ന് അവൻ അറിയാം. പക്ഷേ അവൻ ആ സ്ഥലത്ത് ഒന്നും കൂടി പോകണം. അവൻ ആ പ്രായമായ സ്ത്രീയെ ഒരിക്കൽ കൂടി കാണണം. അത് എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട് വരെ ഒന്ന് പോയി. ജോസഫ്, ഇനി മേലാൽ എന്നോട് പറയാതെ എവിടെയും പോകാൻ പാടില്ല. ഇനി നീ വിറക് വെട്ടാനായിട്ട് കാട്ടിലേക്ക് പോകുകയും വേണ്ട. എന്താണെന്ന് അറിഞ്ഞൂടാ. ജോസഫിന് ആ പ്രായമായ സ്ത്രീയോട് ഒരു വല്ലാത്ത വാത്സല്യം തോന്നി. ആ ചൂടുള്ള സ്ഥലത്ത് ഒരിക്കൽ കൂടി പോയി അവരെ കാണണമെന്ന് അവന് തോന്നി. ജോസഫിന്റെ അമ്മയും അച്ഛനും വീട്ടിലില്ലാത്ത സമയത്ത് ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞു ജോസഫ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമായിരുന്നു.
എന്നിട്ട് കുഴിയുള്ള മരത്തിനകത്തൂടെ ചൂടുള്ള ആ സ്ഥലത്തേക്ക് അവരെ കാണാൻ അവിടെ എത്തുമായിരുന്നു. ആ ആന്റി തീപിടുത്തം ഉണ്ടായപ്പോ മരിച്ചു പോയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെ നടന്നില്ല. ആന്റി ഒന്ന് കഥക് തുറക്ക്, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. നീ എന്തിനാ എന്നെ കാണാൻ ഇവിടെ വന്നേ? നീ ഇവിടുന്ന് പോയേ, ഇല്ലെങ്കിൽ തീക്കകത്ത് പെട്ട് നീയും എരിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രായമായ സ്ത്രീ വീടിന്റെ വാതിലടച്ചു. അന്ന് ഈ വീട് മൊത്തം കത്തിച്ചാമ്പലായതാ. പക്ഷെ ആന്റിയുടെ ശരീരത്തിൽ പൊള്ളലേറ്റതിന്റെ ഒരു പാടും കാണുന്നില്ല. അതുമാത്രമല്ല, ഈ തണുപ്പ് കാലത്ത് ഈ ഗ്രാമത്തിൽ മാത്രം എന്താ ഇത്ര ചൂട്? തീർച്ചയായും ആന്റിക്കും ഈ വീടിനും എന്തോ രഹസ്യമുണ്ട്. ഒരു ദിവസം പ്രായമായ സ്ത്രീ വെള്ളമെടുക്കാൻ കിണറ്റിന്റെ അരികിൽ പോയപ്പം ജോസഫ് ആരും കാണാതെ വീട്ടിനകത്ത് ഒളിഞ്ഞു കയറി. വീട്ടിനകത്ത് ഒരു മുറിയില് പൂട്ടിട്ടിട്ടുണ്ടായിരുന്നു. ജോസഫ് ഒരു ഹാമർ ഉപയോഗിച്ച് വീടിന്റെ പൂട്ട് പൊളിച്ച് ആ മുറിക്കകത്ത് കയറി. മുറിക്കകത്തെ അവസ്ഥ കണ്ടപ്പം ജോസഫിന് വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരു പ്രായമായ മനുഷ്യൻ കട്ടിലിൽ കിടക്കുന്നുണ്ട്. സ്വർണ നാണയങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരുപാട് ചാക്കുകൾ ആ കട്ടിലിന്റെ ചുറ്റിനുമുണ്ടായിരുന്നു. ആ പ്രായമായ സ്ത്രീ വലിയ പണക്കാരിയാണെന്നാണ് ജോസഫ് വിചാരിച്ചത്. എന്താ ഇത്? ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും നീ വീട്ടിനകത്തേക്ക് കയറി വന്നോ? ഇവിടുന്ന് പോകാനല്ലേ പറഞ്ഞത്? അല്ല, നിങ്ങളാരാണ്? പിന്നെ ആ ബെഡിൽ കിടക്കുന്ന അങ്കിൾ ആരാണ്? നീ ഇവിടെ കത്തിയേരിയും. ഈ വീടിനെന്നും തീ കത്താറുള്ളതാ. ഇനി നീ ഇവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല. ആന്റിയെ കുറിച്ചും ഈ സ്ഥലത്തെ കുറിച്ചും പറയുന്നത് വരെ ഞാൻ ഈ സ്ഥലത്തുനിന്ന് പോവുകയില്ല. നീ ഒരു വാശിക്കാരനാണല്ലേ? ഇനി നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞേ പറ്റൂന്നാ തോന്നുന്നേ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ ഇത്രയും ചൂടില്ലായിരുന്നു. ഇവിടെ എന്നും വസന്തകാലമായിരുന്നു. എന്റെ ഭർത്താവ് ഈ ഗ്രാമത്തിലെ പ്രധാനിയും എന്നിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ വ്യവസായക്കാരനായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ പണത്തിനും സൗകര്യത്തിനും ഒരു കുറവുമില്ല. എന്റെ ഭർത്താവ് സ്വഭാവം കൊണ്ട് നല്ലവനും ദയുള്ള ആളായിരുന്നു. പക്ഷെ ഞാനൊരു അഹങ്കാരിയും ദുഷ്ടയുമായിരുന്നു. മകനുണ്ടായ സന്തോഷത്തില് ഞങ്ങളുടെ വീട്ടില് പാർട്ടി ഉണ്ടായിരുന്നു. ഒരു ഭിക്ഷക്കാരൻ വീടിന്റെ മുമ്പിൽ വന്ന് ഭിക്ഷ ചോദിച്ചു. മര്യാദയ്ക്ക് പോയിക്കോ, നിന്റെ ദേഹത്തൂന് ഭയങ്കര നാറ്റമാ. പാർട്ടി നടക്കുന്ന കണ്ടില്ല, എന്തിനാ വലിഞ്ഞു കയറി വന്നേ? ഞാൻ തരില്ല. പണം എന്താ മരത്തിലുണ്ടാവുന്നതാണോ? ഇതുപോലത്തെ കുറെ നാറിയ ഭിക്ഷക്കാരൊക്കെ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നോളൂ. മര്യാദയ്ക്ക് പോയിക്കോ ഇവിടുന്ന്. എന്നാണോ നിന്റെ അഹങ്കാരം നിന്നെ വിട്ടു പോകുന്നത്? പിന്നെ പാവപ്പെട്ടവരോട് നീ എന്നാണോ കരുണ കാണിക്കുന്നത്? അതുവരെ നിന്റെ ഭർത്താവിന് സംസാരശേഷി ഇല്ലായിരിക്കും. അന്നു തൊട്ട് ഞങ്ങളുടെ ഗ്രാമത്തിലെ കാലാവസ്ഥ ആകെ മാറി. ഗ്രാമത്തിലാണെങ്കിലോ ഏതു നേരം തീമഴ മാത്രമേ പെയ്യുന്നുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ വേലക്കാരന്റെ കയ്യിൽ കൊടുത്തയക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഈ ചൂടൊക്കെ അവന് താങ്ങാനൊന്നും പറ്റില്ലായിരുന്നു. അന്നു തൊട്ട് ഞാൻ എന്നും ആ തീയിലെരിയുന്നുണ്ട്. എനിക്ക് മരണമില്ല. ചെയ്ത തെറ്റുകൾക്ക് പ്രാശ്ചിതമായിട്ട് ഈ പണമെല്ലാം കൊടുക്കാൻ ഈയിടെ ഭിക്ഷക്കാര് പോലും ഇപ്പൊ വരാറേയില്ല. ആന്റി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ധൈര്യമായിരിക്കെ, ഞാൻ ആന്റി രക്ഷിക്കാം. ജോസഫ് സ്ത്രീയുടെ വീട്ടിൽ വെച്ചിരുന്ന സ്വർണമെല്ലാം അവിടെ നിന്ന് എടുത്തോണ്ട് പോയി. എന്നിട്ട് ആ പണം അവന്റെ ഗ്രാമത്തിലുള്ള പാവങ്ങൾക്ക് കൊടുത്തു. എന്റെ മനസ്സിൽ നിന്ന് പണക്കാരിയായ എന്റെ അഹംഭാവമെല്ലാം മാറ്റിയപ്പം എനിക്കിപ്പം വല്ലാതെ ആശ്വാസം തോന്നുന്നുണ്ട്. ഈ കാര്യം ഞാൻ 15 വർഷം മുമ്പേ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് എന്റെ മകനെയും ഭർത്താവിനെയും നഷ്ടമാവില്ലായിരുന്നു. ആൽബിഡോ കരഞ്ഞു. അവരുടെ കണ്ണീന്ന് പശ്ചാത്താപത്തിന്റെ കണ്ണീര ഒഴുകിയത്. ആ സമയത്ത് പെട്ടെന്ന് അവിടെ വെളിച്ചമുണ്ടായി. കാലാവസ്ഥ ആകെ മാറി. അവിടുത്തെ ചൂടെല്ലാം മാറി നല്ല തണുത്ത കാറ്റടിച്ചു. അവസാനം ആൽബിഡോയുടെ ഭർത്താവ് കണ്ണു തുറന്നു. സന്തോഷപൂർവ്വം രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. ആ ഭിക്ഷക്കാരന്റെ ശാപം തീർന്നെന്നാ എനിക്ക് തോന്നുന്നത്. അല്ല, ഈ പയ്യനേതാ? ഇവന്റെ കണ്ണും മൂക്കും ഒക്കെ എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. മോനെ, നിന്റെ കഴുത്തൊന്ന് കാണിക്കാമോ? നിന്റെ കഴുത്തിൽ ചന്ദ്രന്റെ അടയാളമോ മറ്റോ ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ജോസഫിന്റെ പെടലിക്ക് ചന്ദ്രന്റെ ഒരു അടയാളം ഉണ്ടായിരുന്നു. ആ സമയത്ത് മിസ്റ്റർ മിസ്സസ് കാർണിഗി അവിടെ എത്തി. ജോസഫ്, ഇനി ഞങ്ങള് നിന്നോട് ഒന്നും ഒളിക്കുന്നില്ല. മിസ്സസ് ആൽവിഡോ അവരുടെ ഭർത്താവ് റോബർട്ടുമാണ് നിന്റെ യഥാർത്ഥ അമ്മയും അച്ഛനും. ഞങ്ങൾ നിന്നെ വളർത്തിയെന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് നിന്നോട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് ഇത്രയും വർഷമായിട്ട് ഈ സത്യം ഒളിപ്പിച്ചു വെച്ചത്. അതിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. ഞാൻ എന്റെ യഥാർത്ഥ അച്ഛനെ അമ്മയെയും കണ്ടെത്തിയെങ്കിലും നിങ്ങൾ ഇന്നും എന്റെ അച്ഛനും അമ്മയും തന്നെയായിരിക്കും. ഞാൻ വളരെ ഭാഗ്യവാനാണ്. കാരണം എനിക്ക് 2 അച്ഛനും 2 അമ്മയുമുണ്ട്. അതിനുശേഷം ജോസഫ് 1 മാസം അവന്റെ യഥാർത്ഥ അമ്മയെ അച്ഛനോടൊപ്പം, പിന്നെ 1 മാസം മിസ്റ്റർ ആൻഡ് മിസ്സസ് കർണിഗിയോടൊപ്പമായിരുന്നു താമസം.